വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. വടക്കൻ മൂവി കണ്ടു. അതിലെ കിഷോർ കുമാറാണ് നായകൻ. ഹൊറർ ഫിലിമാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പറയുകയാണ്, ഈ വീഡിയോയ്ക്കും ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബ് ഹോം സ്ക്രീനിൽ കാണാനാകും. അപ്പോൾ ഇതൊരു ഹൊറർ സിനിമയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ പ്രേതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എവിടെയാണ് പ്രധാനമായിട്ടും ഈ സിനിമ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മ്യൂസിക്, അതേപോലെ സൗണ്ട്, പിന്നെ VFX കാര്യങ്ങളിലാണ്. പിന്നെ അതേപോലെ ആ ലൊക്കേഷൻ, ആ ഇരുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതാണ് ശരിക്കും ഒരു പ്രേത സിനിമയ്ക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റസൂൽ പൂക്കുട്ടിയാണ്. മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ബിജി ബാലാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കെയ്ക്കോ എന്ന ലേഡിയാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് സൂരജാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ VFX കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂടി ഓക്കെ ആയാലാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ഞെട്ടലൊക്കെ ഉണ്ടാക്കുക പ്രേത സിനിമ കാണുമ്പോൾ. അപ്പോൾ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഞെട്ടലൊന്നും ഉണ്ടായില്ല. പക്ഷേ തീർച്ചയായിട്ടും പല പ്രേക്ഷകർക്കും ഈ സിനിമയുടെ ആ സൗണ്ട്, മ്യൂസിക്, VFX ഒക്കെ കൊണ്ട് ഞെട്ടലുകൾ ഉണ്ടാകുന്ന സീനുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ടീം ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രോങ് ടീമാണ്. കാരണം റസൂൽ പൂക്കുട്ടി, അതേപോലെ മ്യൂസീഷ്യൻ, അതേപോലെ സിനിമാറ്റോഗ്രാഫി, സൂരജ്, ഇവരൊക്കെ തന്നെ നല്ല സ്ട്രോങ് ടീമാണ്. പക്ഷേ ഇവർക്ക് ഈ സിനിമയിൽ ഒന്നുകൂടി ഗംഭീരമാക്കാമായിരുന്നു. അത് ആക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ, അതുപോലെ സംവിധാനമൊക്കെ ചെയ്തിരിക്കുന്നത് സജീദാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, അതേപോലെ ഡയലോഗൊക്കെ ചെയ്തിരിക്കുന്നത് ഉണ്ണിയാണ്. അപ്പോൾ അവർ കൂടി ഈ കഥ ഒന്നുകൂടി ഭയങ്കരമായ രക്തദാഹികളായ പ്രേതങ്ങൾ, അതുപോലെ ഭയങ്കരമായ മരണങ്ങൾ, അങ്ങനെയൊക്കെ ഇതിൽ വെച്ചിരുന്നെങ്കിൽ ഈ മറ്റേ ടീം, ഞാൻ നേരത്തെ പറഞ്ഞ സൗണ്ട്, മ്യൂസിക്, ആ ടീമില്ല, അവർ ഒന്നുകൂടി പവർഫുള്ളായി വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കാണാൻ തന്നെ ആർക്കും പേടിയാവുന്ന രീതിയിൽ ഇത് എടുക്കാമായിരുന്നു. പക്ഷേ ആ ലെവലിലുള്ള പേടിയും കാര്യങ്ങളും ഒക്കെ ഇതിൽ വന്നിട്ടില്ല. എന്നാലും ഒരു ആവറേജ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കഥ ചെയ്തിരിക്കുന്ന ആ ഒരു മാറ്ററിൽ, അതായത് ഈ പ്രേതം ഉണ്ടാകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു തെയ്യത്തിൻ്റെ രൂപവും, അതേപോലെ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ, എന്നിട്ട് അങ്ങനെ പ്രേതം ഉണ്ടാകും, അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കിഷോർ കുമാറിന് ഈ സിനിമയുടെ അവസാനം, അദ്ദേഹമാണ് നായകൻ, അദ്ദേഹത്തിന് ഈ സിനിമയുടെ അവസാനം തെയ്യത്തിൻ്റെ രൂപത്തിലൊക്കെയുള്ള സംഭവങ്ങൾ, അതേപോലെ ദൈവം അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ആവഹിക്കപ്പെടുമ്പോൾ ഉള്ള ആ മുഖം ഇങ്ങനെ കാണിച്ചുകൊണ്ടിട്ടുള്ള ഓരോ സീനുകൾ, അത് അതിന് ശേഷം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുഖത്തിൻ്റെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്, അപ്പോഴും ആ ഒരു ആവാഹനം ഉള്ള പോലെ, അതൊക്കെ നന്നായിട്ട് കിഷോർ കുമാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് A സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ് കേട്ടോ. 1-2 സീന് അങ്ങനത്തെ സംഭവങ്ങൾ ഇതിലുണ്ട്. പക്ഷെ അത് ബ്ലറായിട്ടാണ് ഉള്ളത്, എന്നാലും ഉണ്ട്. അതേപോലെ ആ സീനുകളിൽ വെച്ചിരിക്കുന്ന ഡയലോഗുകളും അഡൾട്ട് ഡയലോഗുകളാണ്. അപ്പോൾ ആ ഒരു 1-2 സീനേ ഉള്ളൂ, ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെയാണ്, മറ്റൊരു സംഭവങ്ങളും ഇല്ല. ആ സീനുകൾ ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ വെച്ചിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു സ്ഥലത്ത് പ്രേതമുണ്ടെന്ന് ഒരാൾ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രേതമുണ്ട്. അപ്പോൾ ആ പ്രേതം കുറേ പേരെ അവിടെ കൊന്നിട്ടുണ്ട്, ഭീകരമായ പ്രേതമാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞാൽ അയാളോട് നമ്മളെന്താ പറയുക, ഒന്ന് പോയേടാ മണ്ണാങ്കട്ട, പ്രേതമില്ല, ഒരു ഒലക്കിയില്ല, നീ ഒന്ന് പോയേ എന്ന് നമ്മൾ പറയും. എന്നിട്ട് അയാൾ പോകാൻ കാത്തിരിക്കും. അയാൾ പോയതും തന്നെ നമ്മൾ അയാളുടെ ഡബിൾ സ്പീഡിൽ അവിടുന്ന് ഓടിക്കളയും. കാരണം പ്രേതത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ലേഡീസിനോടാണ് പറയുന്നതെങ്കിലോ, അയാൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ഇവർ ഓടിയ വഴിക്ക് പുല്ലന്നെ മുളക്കില്ല. കാരണം നമ്മൾ എത്ര തന്നെ മസിൽ പിടിച്ച് നിന്നാലും പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ശരിക്കും ഉണ്ടാവുമോ എന്ന് കരുതിയിട്ട് നമ്മൾ ചിലപ്പോൾ പേടിക്കും. ചിലരൊന്നും പേടിക്കില്ല, ഞാനത് ഉള്ളത് പറയാം. കാരണം റിയൽ ലൈഫിൽ പ്രേതം കാര്യങ്ങളിലൊന്നും എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ സിനിമയിലുള്ള രക്തദായികളായ പ്രേതങ്ങൾ എങ്ങനെയാണ്, അമാനുഷിക ശക്തി ഉണ്ടാവും, അവർ ഒരുപാട് പേരെ കൊല്ലും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും
ആ സിനിമകളിൽ അതിലെ കഥാനായകനും പിന്നെ കുറേ ലേഡീസും ഒക്കെയുള്ള ടീമും പ്രേതത്തെ അന്വേഷിച്ച് പോകും. ഒരാവശ്യവും ഇല്ലാതെ അന്വേഷിച്ച് പോകും, ഒരു ലോജിക്കും ഇല്ലാതെ നമുക്ക് തോന്നും. അത് ഈ സിനിമയിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവരങ്ങനെ പോയേ പറ്റുള്ളൂ, എന്നാലല്ലേ കഥയുണ്ടാവുള്ളൂ, അത് വേറെ വിഷയം. എന്നാലും ഒരു ലോജിക്ക് ഇല്ലാത്തൊരു മാറ്ററാണത്. അപ്പോൾ അതുപോലെ ഈ സിനിമയിലും പോകുന്നുണ്ട്. അപ്പോൾ ഇതിലെ നായകൻ കുറേ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രേതത്തിൻ്റെ എനർജി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും അതുപോലെ അതിനെ തളയ്ക്കാനൊക്കെ രീതിയിൽ പോകുന്നുണ്ട്. എന്നിട്ട് ആ പ്രേതമുള്ള സ്ഥലത്ത് അപ്പോഴേക്ക് ഇരുട്ടില്ലല്ലേ ഇത് സംഭവിക്കുള്ളൂ. നമ്മളാണെങ്കിൽ പകലിലേ പോവുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. മറ്റേത് ഇവരൊക്കെ സിനിമയിൽ ഇരുട്ടിലേ പോവുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് പേടി വരുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇരുട്ടിൽ പോയിട്ട് ഇയാൾ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ പ്രേതത്തെ തളയ്ക്കുന്ന വിചാരിച്ചത്. പക്ഷേ അത് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സിനിമ കണ്ടവർക്ക് അറിയാം, ഇനി കാണുന്നവർക്കും അറിയാം. അതുപോലെ ഇങ്ങേര് ആ റൂമൊക്കെ തുറന്നു വെച്ച് ഇരുട്ടിൽ അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ ആ റൂമിക്ക് വാതിലൊക്കെ തുറന്നു വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രേതം റൂമിൻ്റെ ഉള്ളിൽ ഓരോ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ പേടിയൊന്നും ഇല്ലാതെ വാതിലൊന്നും അടയ്ക്കാതെ ഇരിക്കുക. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, വാതിലൊക്കെ അടച്ച് വേഗം മുങ്ങിയിട്ട് ഒളിച്ച് പുതപ്പിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കില്ലേ? അതൊന്നും ഇവിടെ ഇല്ല, കാരണം സിനിമയാണല്ലോ, സിനിമാറ്റിക് സംഭവമാണല്ലോ. അപ്പോൾ ഇതിലെ നായകൻ വലിയൊരു ടോർച്ച് എടുത്തുകൊണ്ട് പ്രേതത്തിൻ്റെ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്കൊക്കെ ഓടി നെട്ടോട്ട ഓടുകയാണ്. ഏത് പ്രേതത്തിനെ പിടിക്കാൻ വേണ്ടി വലിയ ടോർച്ച് എടുത്തുകൊണ്ട്. അത് സിനിമാറ്റിക് പ്രേതം എങ്ങനെയായിരിക്കും? അമാനുഷിക ശക്തിയിൽ എന്തായാലും തീർക്കും. അപ്പോൾ അതൊക്കെ ഒരു ലോജിക്ക് ഇല്ലാത്ത പോലെ തോന്നി. എന്നിട്ട് എന്താ സിനിമയിൽ അവസാനം സംഭവിക്കുന്നതെന്ന് സിനിമ കാണുന്നവർക്കറിയാം. അപ്പോൾ എന്തായാലും കിഷോർ കുമാർ ഇതിൽ കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രേതത്തിനും ഈ കിഷോർ കുമാറിൻ്റെ ആ ക്യാരക്ടറിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വ്യക്തമാകുന്നില്ല. ആ രീതിയിൽ ഉള്ള പോലെ പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്, വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ ക്ലൈമാക്സും തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാവർക്കും വ്യക്തമാകില്ല. പ്രേതത്തെ തളച്ചോ എന്ത് സംഭവിച്ചോ എന്നൊക്കെ എനിക്കത് മനസ്സിലായി. ഞാനത് ഇപ്പോൾ ആ കഥയും കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊന്ന് ഒന്നുകൂടി വ്യക്തമാക്കാമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഇതിലെ വിഷ്വൽ എഫക്ട്സ് അതുപോലെ സൗണ്ട് കാര്യങ്ങളൊക്കെ VFX ഇതൊക്കെ പ്രേതത്തിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒന്നുകൂടി ഇവർക്ക് പവർഫുൾ ആക്കാമായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് മരണങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഭയങ്കരമാക്കാമായിരുന്നു. ഭയങ്കരമായ 1-2 ഉണ്ട് കേട്ടോ, എന്നാലും ഒന്നുകൂടി ഭയങ്കരമാക്കാമായിരുന്നു. അവസാന പാലത്തിൻ്റെ മേലെന്നുള്ള സംഭവമൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ ഇവർ കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ വേറൊരു ലോകം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഭയങ്കരമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഭയങ്കര ഹൊററാണ് പറഞ്ഞിട്ട് എല്ലാവർക്കും, ഹൊറർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഒന്നുകൂടി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ആവറേജ് മൂവിയായിട്ട് എനിക്ക് തോന്നി, കണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.